സുഖം സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. അതങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. ക്ഷോണിയ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം. നാം എന്ത് ചെയ്യുന്നു, അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു, കാലം കളയുന്നു എന്നർത്ഥം. മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത്. നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ, നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ. സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ, സിനിമാ ഗാനങ്ങൾ, ശ്രീകോമരമ്പി, സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ധാരാളം കവിതാ ശകലങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും ആർജിച്ചിട്ടുണ്ട്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ. ഒരു ഭൗതിക സുഖമെന്നാൽ സ്ത്രീ, ഗേൾഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, വാഹനം, ആഡംബരങ്ങൾ, ഫർണിച്ചറുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു. എവിടെയാണ് ശുക്രൻ്റെ നീചരാശി? കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി. ഇന്ദ്രിയാംശ കന്നി 28 ശുക്രൻ്റെ അതിനീച പോയിൻ്റാകുന്നു. അപ്രകാരം മീനം 28 ശുക്രൻ്റെ അത്യുച്ഛ പോയിൻ്റാണ്. അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ്. ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 കന്നിമാസം 23-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ നവംബർ 7 വരെ 30 ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും? ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നീചഗ്രഹേ അധപ്പതനം സ്വവൃത്തേ. അധപ്പതനം, താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും. ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു. ദീനത വരും, ദുരാചാരം, അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും. ഋണാപ്തിമാഹുഹു, താൻ കടപ്പെട്ടു പോകും. നീചാശ്രയം, പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും. കീകടദേശവാസം, പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും. ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം. ഭൃത്യത്വം, വേലക്കാരൻ എന്ന പോൽ തനിക്ക് ജീവിക്കേണ്ടി വരും. അധ്വാനം, അനാവശ്യമായ അധ്വാനങ്ങൾ വരും. 1-ന് 10 എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും. അനർത്ഥകാര്യം, കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും. ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? സ്നേഹത്തിലൊരു ദുഃഖം വരും. സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും. അവജ്ഞാതികൾ വരും. ഭാര്യാസുഖം കുറയും. ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും. പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ്. ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും. ശുക്രൻ സൂര്യനോട് കൂടിയാണ് നിൽക്കുന്നത്. ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ, ലഗ്നാൽ 5, 7, 9 ഭാവങ്ങളിൽ വന്നാൽ ഭാര്യാസ്യാദ് വികല അസ്തധർമ്മ സുതകൗ ഭാസ്വൽ ഭൃഗുജേത് സഹ. സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ 5, 7, 9 ഭാവങ്ങളിൽ വന്നാൽ ദാരവൈകല്യമാഹു, ഭാര്യയ്ക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് ആരാണ്? വരാഹമിഹിരാചാര്യനാണ്. സ്വൽപ്പം വൃത്തവിയുക്തമർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം, പല വൃത്തത്തിലുള്ള, പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂളാണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിഹിരാചാര്യൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല. സഹസ്രവർഷങ്ങൾക്കും അപ്പുറം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണകവെള്ളത്തിൽ നിഴലുകൾ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അത് പിഴക്കില്ല. അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ്, പൂർവ്വസൂരികളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക, അഭിമാനം കൊള്ളുക. ഭാര്യയുടെ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം. പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം, മീനൻ രാശിക്കാർക്ക്. ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും. അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. നാം 12 രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട്. പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം. ഏതായാലും ഈ ശുക്രൻ്റെ നീചസ്ഥിതിക്ക് എന്താണ് പരിഹാരം? എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കടുംപായസം ചെയ്യുക, ഗണപതിക്ക് നാളികേരം അടിക്കുക എല്ലാ വെള്ളിയാഴ്ചയും. ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ്. ആവതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ.
ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നാം വീഴുന്നു. തൽസ്മരണം കിം കരോതി ബ്രഹ്മാദീനബി കിം കരീകരോതി. ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അത്ര വിശേഷമാണ് ദേവീപ്രീതി, ദേവീ പ്രാർത്ഥനകളെല്ലാം തന്നെ. എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അങ്ങേറ്റം ദുർബലമായ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കുംഭൻ രാശി എന്നാൽ ആരൊക്കെയാണ്? അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ്റെ പൊസിഷൻ നിൽപ്പ് അത്ര ശുഭമല്ല. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രനിലുള്ളത് കുംഭൻ രാശിക്കാർക്ക്. ഒന്ന് 4ാം ഭാവാധിപത്യം, അമ്മാവന്മാർ, മരുമക്കൾ, വാഹനം, സുഖം, കിണറിലുള്ള വെള്ളം, വെള്ളത്തിൻ്റെ ഒഴുക്ക്, വാഹനം, തൻ്റെ വീട്, ഭൂമി, ഇതൊക്കെയാണ് ക്ഷേത്രം, കൃഷിഭൂമി, ഇതൊക്കെയാണ് 4ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. 4ാം ഭാവാധിപനാണ്. അപ്രകാരം 9ാം ഭാവാധിപനാണ്. തൻ്റെ ഭാഗ്യം, തൻ്റെ ധർമ്മം, തൻ്റെ പിതാവ്, തൻ്റെ ഗുരുജനങ്ങൾ, ഇവരൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ്. ആ ശുക്രൻ നിൽക്കുന്നത് അങ്ങേറ്റം ദുർബലമായി അഷ്ടമത്തിൽ സൂര്യനോടുകൂടെ നിൽക്കുന്നു. ആദ്യം പറയേണ്ടത് അനാവശ്യമായി സ്ത്രീ വിഷയത്തിൽ ചെന്ന് ചാടരുത് കുംഭൻ രാശി. പലപ്പോഴും സ്വകാര്യമായി ആരോടും പറയാതെ ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവുക, അത് പെട്ടെന്ന് കുമ്പളങ്ങ കെടുമ്പോലെ കെടുക, തനിക്ക് പേരുദോഷം വരിക, അല്ലെങ്കിൽ തന്നെ ഇത്രകാലം താൻ ഉപയോഗിച്ച അല്ലെങ്കിൽ തന്നോട് സഹകരിച്ച സ്ത്രീ തൻ്റെ വീട്ടിൽ കയറി വരും, തനിക്കെതിരെ അപവാദങ്ങൾ പറയും, തൻ്റെ ഭാര്യാസന്താനങ്ങൾക്ക് മാനക്കേടുണ്ടാകും. വളരെ ശ്രദ്ധിച്ചു. തൻ്റെ കുടുംബ ബന്ധം, സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകും. വാഹനങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അപ്രകാരം തന്നെ ലൈംഗിക രോഗങ്ങളുടെയും മാസമാണ് ഈ ഒരു മാസക്കാലം. വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായി പരിചയമില്ലാത്ത സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ചില ശാരീരിക ബന്ധങ്ങളൊക്കെ വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും. വളരെ ജാഗ്രത പാലിക്കണം. എടുത്തു ചാടി സ്ത്രീവിഷയത്തിൽ പോയി ചാടി കഷ്ടനഷ്ടങ്ങൾ വരും എന്നാണ് പറയുന്നത്. കിംവദന്തികൾ വരും. വസുക്ഷീണത ദസ്യുതവാ വിലംബാത്. കള്ളന്മാർ കാശ് കൊണ്ടുപോകും, അല്ലെങ്കിൽ കാലതാമസം വന്ന് പല കാര്യങ്ങളും പൂർത്തീകരിക്കാനാകാതെ തനിക്ക് വലിയ ധനനഷ്ടം വരും. വളരെയധികം ശ്രദ്ധിക്കണം. സർക്കാർ, ഗവൺമെൻറ്, ടാക്സ്, സെൽ ടാക്സ്, ഇൻകം ടാക്സ്, GST മുതലായവയൊക്കെ തന്നെ വരിഞ്ഞു മുറുകുന്ന മാസമാണെന്ന് അറിയുക. വളരെ ശ്രദ്ധിക്കുക. ഏകാഗ്രതയോടുകൂടി വാഹനം ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, പണി കിട്ടും, വർക്ക്ഷോപ്പ് കയറ്റേണ്ടി വരും. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കരുത്. താൻ ഡ്രൈവിങ്ങിൽ പോലും മാനസികമായി വളരെയധികം സ്വസ്ഥതയോട് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അപകടങ്ങളുണ്ടായി മറ്റുള്ളവർക്ക് ക്ലേശങ്ങളുണ്ടാകും. വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. കാരണം ആജ്ഞാചക്രമാണ് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. ശുക്രൻ നിങ്ങളുടെ ഓറയിൽ പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങളുടെ ആജ്ഞാചക്രം, കമാൻഡിങ് പവറാണ്, 3rd ഐ ആണ്. അതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ, ബ്ലോക്ക് വരുമ്പോൾ തൻ്റെ ബാലൻസ് തെറ്റിപ്പോകും. അത് കലഹം കുടുംബത്തിലാകാം. അങ്ങേറ്റം മാനസികമായ പ്രയാസങ്ങൾ വരും. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. രജിസ്ട്രേഷനൊക്കെ ശ്രദ്ധിക്കണം. തനിക്ക് ഭൂമി വിൽക്കാൻ അനുകൂലമായ സമയമാണ്. പലപ്പോഴും വിൽക്കാതെ ബുദ്ധിമുട്ടുന്ന ഭൂമി ഇച്ചിരി നഷ്ടത്തിലായാലും തനിക്ക് കൊടുത്തു ഒഴിവാക്കാം. ഗുരുജനങ്ങളുമായുള്ള ശത്രുത വരും. അച്ഛനുമായി ശത്രുത വരും. അച്ഛൻ അപകടമാണ്. അച്ഛന് വളരെയധികം ദുരിതങ്ങളുടെ മാസമാണിതെന്നറിയുക. 9ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ്. ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം ദൈന്യ ശുഭേ ദുർബലേ. 9ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ പിതോഹോ നിധനം, അച്ഛൻ്റെ രോഗം അല്ലെങ്കിൽ അച്ഛൻ്റെ മരണമൊക്കെ പറയണം. വളരെയധികം താൻ ബഹുമാനിക്കുന്ന ബന്ധുജനങ്ങൾ, ബഹുമാനിക്കുന്ന അച്ഛൻ്റെ സഹോദരങ്ങളുമായി ശത്രുത വരാം. അപ്രകാരം തന്നെ തൻ്റെ ഗുരുജനങ്ങൾ തന്നോട് പിണങ്ങുന്ന സമയമാണ്. അതിനാൽ നന്നായി അനാവശ്യമായ ഇമോഷണലി വീക്കാകാതെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നിർബന്ധമായും ദേവീക്ഷേത്ര ദർശനം, അവിടെ വിളക്കുമാല പായസം, രക്തപുഷ്പാഞ്ജലി, കടുംപായസം, അപ്രകാരം ശത്രുസംഹാര മുട്ട്, ശത്രുസംഹാര കുരുതി, ഇതൊക്കെ ചെയ്ത് ദോഷങ്ങൾ അകറ്റുക. യാത്രയിൽ സ്വർണം നഷ്ടപ്പെടും, ഒരു സംശയവുമില്ല. ബാങ്കിൽ വെച്ച പണയങ്ങൾ, ഉരുപ്പടികൾ എടുക്കാൻ പറ്റാതെ ബാങ്ക് ജപ്തി ചെയ്യുന്ന സമയമാണ്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നമ്മുടെ സ്വർണം, ധനം ഇത് നഷ്ടപ്പെടാതെ വളരെയധികം ജാഗ്രത പാലിക്കുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു മാസക്കാലം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.